എല്ലാവർക്കും നമസ്കാരം. ഏറെ നാളായി നമ്മൾ കാത്തിരിക്കുന്ന ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെക്രട്ടറിയുടെ വിജ്ഞാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ, പുതിയതായി വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യം തന്നെ നമുക്ക് നോക്കാം ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള സെക്രട്ടറി, ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ, LSGI, അതിലേക്ക് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ഇത് സ്റ്റേറ്റ് വൈഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ ഇതിലെ സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് 51,400 മുതൽ 110,300 വരെയാണ്. 1,10,300 വരെയാണ്. 571/2023 ആണ് കാറ്റഗറി നമ്പർ. കാറ്റഗറി നമ്പർ 571/2023. ലാസ്റ്റ് ഡേറ്റ് ജനുവരി 31 2024 ജനുവരി 31 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ. പിന്നെ സാധാരണ രീതിയിൽ കിട്ടാറുള്ള ഏജ് റിലാക്സേഷൻസും കിട്ടുന്നതാണ്. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് കേട്ടോ. നോക്കി, ഗ്രാജുവേഷൻ ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് കേരള. അപ്പോൾ ഗ്രാജുവേഷൻ ആണ്, ഡിഗ്രിയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെ അത് കൂടാതെ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് നോക്കി, ദ ഡിഗ്രീസ് ഓർ ഡിപ്ലോമാസ് അവാർഡഡ് ബൈ UGC അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ ആൻ ആക്ട് പാസ്ഡ് ബൈ പാർലമെൻറ്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇൻ അക്കോർഡൻസ് വിത്ത് എ കണ്ടീഷൻ ലെയ്ഡ് ഔൺ. ഈ കണ്ടീഷൻസ് ഉള്ളത് അത് ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഡിഗ്രീസ് ഓർ ഡിപ്ലോമാസ് UGC അപ്രൂവ്ഡ് ആയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റിൽ വരെ കാത്തു നിൽക്കേണ്ട, കുറച്ച് ദിവസം ഈ എന്തൊക്കെയാണ് നോട്ടിഫിക്കേഷൻ, എങ്ങനെയൊക്കെയാണ് ഈ പോസ്റ്റ് എന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക കേട്ടോ. പിന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഡിഗ്രി ലെവൽ ആയതുകൊണ്ട് തന്നെ ഒരു KAS ആ ഒരു രീതിക്ക് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ, കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഊന്നൽ കൊടുക്കുക അല്ലേ. കറണ്ട് അഫയേഴ്സ് ഇപ്പോഴായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് SCERT NCERT കാര്യങ്ങളൊക്കെ പഠിച്ച് നല്ല രീതിക്ക് നല്ലൊരു പ്രിപ്പറേഷനോട് കൂടി തന്നെ വേണം ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. അടുത്തത് പോലീസിലെ സബ് ഇൻസ്പെക്ടറാണ്. SIയുടെ കാര്യമാണ് പറയുന്നത്. 572 മുതൽ 574 വരെയുള്ള കാറ്റഗറി നമ്പറാണ് ഇതിൽ വരുന്നത് കേട്ടോ. 572, 73, 74 ഏത് തന്നെയാണ് SI ആയി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഇതിലുള്ളത്. ഇതിൽ നമുക്ക് SIയിൽ വുമൺസിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, പക്ഷേ ഡിഫറൻ്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ നോക്കിയേ, കാറ്റഗറി നമ്പർ 572/2023 ആണ് ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്നത്. 573 എന്ന് പറഞ്ഞാൽ മിനിസ്റ്ററൽ സ്റ്റാഫിന് വേണ്ടിയിട്ടും 574 എന്ന് പറയുന്നത് എന്താണ്, പോലീസ് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. കാറ്റഗറി നമ്പർ 1 ഓപ്പൺ മാർക്കറ്റിലുള്ള വയസ്സ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 31 വരെയാണ് കേട്ടോ. 20 മുതൽ 31 വരെയാണ്. പിന്നെ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്? ഗ്രാജുവേഷൻ ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഗ്രാജുവേഷൻ ആണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇതിൽ നമുക്കറിയാം SI അങ്ങനെയുള്ള ഇതിനൊക്കെ വരുമ്പോൾ ഫിസിക്കലായിട്ടുള്ള കുറച്ച് ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ആദ്യമായിട്ട് കറക്റ്റ് ആണോ നമ്മുടെ പ്രൊഫൈലിൽ കൊടുത്തിരിക്കുന്നത് ഒന്നും കൂടി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രം ഇത് അപ്ലൈ ചെയ്യാനും നോക്കുക. അപ്പോൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. മെയിലിനാണെങ്കിൽ 165.10, SC/ST ആണെങ്കിൽ 160.02. പിന്നെ ചെസ്റ്റ് മെഷർമെൻറ്റ് 81.28 സെൻറ്റിമീറ്റർ. ചെസ്റ്റ് എക്സ്പാൻഷൻ 5.08 സെൻറ്റിമീറ്റർ. പിന്നെ ഫീമെയിലിൻ്റെ ഹൈറ്റ് 160 സെൻറ്റിമീറ്റർ. SC/ST ആണെങ്കിൽ 155 സെൻറ്റിമീറ്റർ ആണ്. ടോളർ പേഴ്സൺസിന് പ്രിഫറൻസ് ഇവിടെ കൊടുക്കുന്നതാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. പിന്നെ വിഷൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ഏതാണെന്ന് നോക്കാം. SI എന്ന് പറയുന്നത് നമുക്കറിയാം ഡിഗ്രി ലെവലുള്ള എക്സാമിന് വേണ്ടിയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്ന പോലെ നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അടുത്തത് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനി. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിയാണ്. 575, 576 ആണ് കാറ്റഗറി നമ്പർ വരുന്നത്. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൽ 575 എന്ന് പറയുന്നതാണ് ഓപ്പൺ മാർക്കറ്റ് കേട്ടോ. 576 കോൺസ്റ്റബുലറി ആണ്. എന്താണ് ഇതിൽ 20 മുതൽ 31 വയസ്സ് വരെ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ SIയുടെ പറഞ്ഞ പോലെ തന്നെ 20 മുതൽ 31 വയസ്സ് വരെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഗ്രാജുവേറ്റ് ആണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഗ്രാജുവേറ്റ് ആണ് കേട്ടോ. ഓക്കെ. ഇനി ഇതിലും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇട്ട് തരും. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. അടുത്തത് ഏതാണ്? ഇപ്പോൾ നമ്മൾ കണ്ടത് ഡിഗ്രി ആണല്ലേ. ഇനി
വുമൺ പോലീസ് കോൺസ്റ്റബിൾ WCPO വുമൺ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി അത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. കാറ്റഗറി നമ്പർ 584/2023 584/2023. ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് 18 മുതൽ 26 വരെയാണ് കേട്ടോ. ഏജ് എത്രയാണ്? 18 മുതൽ 26 വരെയാണ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് +2 ആണ്. +2 ഓക്കെ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ +2 ആണ്. പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ ഈ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിൽ ഇപ്പോൾ SC/ST കാൻഡിഡേറ്റ്സ് അധികം ഇല്ലെങ്കിൽ താഴെയുള്ള ക്വാളിഫിക്കേഷൻ വെച്ച് അവരെ കൺസിഡർ ചെയ്യുന്നു എന്ന രീതിയിലുള്ളൊരു നോട്ടും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. +2 ആണ് ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. പിന്നെ ഇതിലും ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ. അപ്പോൾ +2 ലെവലുള്ള എക്സാം അല്ലേ, WCPO CPO എന്നുള്ള എക്സാമാണത്. അടുത്തത് വരുന്നത് ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. ഓഫീസ് അറ്റൻഡൻറ്റ് എവിടെയാണ്? ഡിപ്പാർട്ട്മെൻറ്റ് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, സ്റ്റേറ്റ് ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, കേരള ലെജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റ്, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ് അവിടേക്കുള്ള ഓഫീസ് അറ്റൻഡൻ്റ് ആണ്. 23,000 മുതൽ 50,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ കൊടുത്തിരിക്കുന്ന. ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. കാറ്റഗറി നമ്പർ വരുന്നത് 587/2023 ആണ്. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ്. ഏജ് ലിമിറ്റ് സാധാരണ പോലെ തന്നെ 18 മുതൽ 36 വയസ്സ് വരെയാണ്. ഇനി നമുക്കറിയാം ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓഫീസ് അറ്റൻഡൻ്റ് എന്ന് പറയുമ്പോൾ SSLC അല്ലെങ്കിൽ ഇക്വലൻ്റ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. SSLC ആണ് ഇവിടുത്തെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡേറ്റ് എന്നാണ്? ഇപ്പം നമ്മൾ കണ്ടതൊക്കെ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, ഇത് കൂടാതെ ഒത്തിരി ഇപ്പോൾ BSc കെമിസ്ട്രി പഠിക്കുന്നു, BA സോഷ്യോളജി പഠിക്കുന്നവർക്ക് അങ്ങനെയുള്ള കുറേ പോസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ഏതൊക്കെയാണ് അയക്കാൻ പറ്റുന്നതെന്ന് നോക്കുക. നന്നായി പഠിക്കുക. ഇത്രയും നമ്മൾ കണ്ടതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 2024 ജനുവരി 31 ആയിരുന്നു. പിന്നെ ഇതിന് മുമ്പേ തന്നെ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഏതാണ് ലാസ്റ്റ് ഡേറ്റ്? 2024 ജനുവരി 17 വന്നിട്ടുണ്ടായിരുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് അല്ലേ. ഓൾറെഡി നമുക്കറിയാം 535/2023 ആണ് കാറ്റഗറി നമ്പർ എന്ന് പറയുന്ന ലാസ്റ്റ് ഗ്രേഡ് സെർവൻസിൻ്റെ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി ആണ്. ഇത് ഡിസ്ട്രിക്ട് വൈസ് ആണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് 18 മുതൽ 36. ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 7 ആണ്. അതുമാത്രമല്ല ഗ്രാജുവേഷൻ പാടില്ല അല്ലേ. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന ഓഫീസ് അറ്റൻഡൻറ്റിന് ഗ്രാജുവേഷൻ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഗ്രാജുവേഷൻ പാടില്ല. അപ്പോൾ ഇതും അപ്ലൈ ചെയ്യാൻ ഇനി ആരെങ്കിലും മറന്നു പോയിട്ടുണ്ടെങ്കിൽ അവരും കൂടി അപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് ഒന്നും കൂടി പറയുന്നത്. 2024 ജനുവരി 17 വരെ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പ്രധാനപ്പെട്ട ഇത്രയും പോസ്റ്റുകളാണ്. അപ്പോൾ ഓരോ പോസ്റ്റിനും എന്തൊക്കെ, ഇപ്പോൾ ഡിഗ്രി ലെവലാണെങ്കിൽ ഡിഗ്രി ലെവലിൽ LSGI ആണെങ്കിൽ എത്രത്തോളം പഠിക്കണം എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇപ്പോൾ KASൻ്റെ ആ ഒരു നിലവാരത്തിൽ തന്നെ നിങ്ങൾ പഠിക്കണം. NCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതോടൊപ്പം തന്നെ UPSC SSC അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ സംഘടിപ്പിച്ച് അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെയും കൂടി ചെയ്യാം കേട്ടോ. പിന്നെ ഡിഗ്രി ലെവലുള്ള നമ്മുടെ സബ് ഇൻസ്പെക്ടർ, പിന്നെന്താണ് ആംഡ് പോലീസ്, അതൊക്കെ ആ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോൾ KCB അസിസ്റ്റൻ്റ് അല്ലേ, അങ്ങനെയുള്ളതിന് നമ്മൾ പഠിക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ അതും പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ തുടർന്ന് നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണാം. പിന്നെ OAക്ക് വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് ഓഡിറ്റ് അതിൻ്റെ OAക്ക് വേണ്ടിയിട്ട് നമ്മുടെ LDC ക്ലാസ്സുകൾ തന്നെ ഫോളോ ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ 2024 നടക്കുന്ന LDCക്ക് വേണ്ടിയിട്ടുള്ള ടൈം ടേബിൾ അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 12 ദിവസമേ ആയിട്ടുള്ളൂ ക്ലാസ്സൊക്കെ ഒന്ന് ഓർഡറായി വന്ന് അല്ലേ. 12 ദിവസമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതുവരെ ആരെങ്കിലും നമ്മുടെ ക്ലാസ് ഒന്നും കണ്ടിട്ടില്ല, തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴേ കൂടെ കൂടുക. നിങ്ങൾ ഇനിയും നമ്മൾ ഏത് ക്ലാസ്സാണോ പഠിക്കുന്നത് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങുക. പണ്ടത്തെ തൊട്ട് മുമ്പ് ഇട്ടിരിക്കുന്ന ആ 10 ക്ലാസ്സുകൾ നിങ്ങൾക്ക് സമയം കിട്ടും പോലെ ആഡ് ഓൺ ചെയ്ത് പഠിച്ചാൽ മതിയാവും. പിന്നെ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കേട്ടോ. ആ ടൈം ടേബിൾ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ നമ്മുടെ കാർഡായിട്ട് ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. എങ്ങനെയുണ്ട് ടൈം ടേബിളൊക്കെ എല്ലാം കവർ ചെയ്യുന്ന സിലബസ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ ക്ലാസ് ഒന്ന് കണ്ടു നോക്കുക കേട്ടോ എല്ലാവരും. താങ്ക് യു.